I'm telling you, this is very, very serious message. Please listen carefully. Especially those who are joining online. വളരെ ശ്രദ്ധയോടെ ഓൺലൈനിൽ ആയിരിക്കുന്നവരും എല്ലാവരും ഇത് കേൾക്കണം. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. Don't speak about darkness. ഒരിക്കലും ഇരുട്ടിനെ പറ്റി പറയരുത്. Even you see it, even though you are saying it, don't say it. നിങ്ങൾ അത് കാണുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് പറയരുത്. Say what you want to see. എന്താണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ പ്രകാശത്തെ പറ്റി നിങ്ങൾ പറയണം. Don't say what you see, say always what you want to see. നീ കാണുന്നതിനെ പറ്റി സംസാരിക്കാതെ നീ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റി സംസാരിക്കുക. Hallelujah. 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 5 things. 5 കാര്യങ്ങൾ. Just 5 things. You note it down. This is very, very important thing. നിങ്ങൾ അത് എഴുതിയെടുക്കണം. ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Just 5 things. 5 കാര്യങ്ങൾ മാത്രം. Jesus is the light. യേശുവാണ് പ്രകാശം. Okay, Jesus is the light. Secondly, light is there with you for a little while. അല്പസമയത്തേക്ക് കൂടി മാത്രമാണ് പ്രകാശം ഉണ്ടാവുക. It was just before the crucifixion. Now the picture has changed. Light is with us permanently. ഇത് ക്രൂശീകരണത്തിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. Third thing, walk with the light. പ്രകാശത്തോടൊപ്പം നടക്കുക. Walk with the light. പ്രകാശത്തോടൊപ്പം നടക്കുക. 4 and 5. Walk in the light. പ്രകാശത്തിൽ നടക്കുക. And believe in the light. പ്രകാശത്തിൽ വിശ്വസിക്കുക. Okay, when you walk with the light, പ്രകാശത്തോടൊപ്പം നിങ്ങൾ നടക്കുമ്പോൾ darkness will not overtake you. ഇരുട്ട് നിങ്ങളെ ബാധിക്കത്തേയില്ല. If you stand still, നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ darkness will overrule you. ഇരുട്ട് നിങ്ങളിലേക്ക് ബാധിക്കാൻ ആരംഭിക്കും. But when you walk with the light, എന്നാൽ വെളിച്ചവുമായി നിങ്ങൾ നടന്നു തുടങ്ങിയാൽ darkness will not overrule you. ഇരുട്ട് നിങ്ങളെ ബാധിക്കാതെ മാറും. Read. Jesus said that. യേശു അത് പറഞ്ഞു. Verse 35, the first part. The light is with you for a little longer. Walk while you have the light, so that the darkness may not overtake you. Darkness may not overtake you. Walk so that the darkness may not overtake you. Bible is asking an action. What is that action? Walk in the light. വെളിച്ചത്തിൽ നടക്കാൻ, വെളിച്ചത്തോടൊപ്പം നടക്കാൻ, പ്രകാശത്തോടൊപ്പം നടക്കാൻ എന്നുള്ള ഒരു പ്രവൃത്തിയെ വചനം നമ്മളോട് ഡിമാൻഡ് ചെയ്യുകയാണ്. It's not talking about stand still. അത് നിൽക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. It's not talking about sit for a while. കുറച്ചു നേരത്തേക്ക് ഇരിക്കുന്നതിനെ പറ്റിയല്ല പറയുന്നത്. It's not talking about the sleeping mode. കിടക്കുന്നതിനെ പറ്റി, കിടന്നുറങ്ങുന്നതിനെ പറ്റിയല്ല പറയുന്നത്. ഇത് നടക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നടക്കുക. When you walk, നിങ്ങൾ നടക്കുമ്പോൾ darkness will not overtake you. ഇരുട്ട് നിങ്ങളെ ബാധിക്കാതിരിക്കും. If you sit, നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ darkness will overrule you. ഇരുട്ട് നിങ്ങളെ കീഴടക്കും. Walk. നടക്കുക. നടക്കുക. Walk in the light. Walk in the light. Walk in the light. Walking in the light of the Lord. I'm asking you a question now. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Any area, if you are saying darkness is overruling, I'm telling you, you have fallen a mistake. You stop walking. നിങ്ങൾ പറയുന്ന ഏത് അന്ധകാരമാണോ നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ കീഴടക്കിയെന്ന് പറയുന്ന കാര്യം നിങ്ങൾ തെറ്റിദ്ധാരണയോടാണ് പറയുന്നത്. നിങ്ങൾ നടന്നു തുടങ്ങുക, അന്ധകാരം നിങ്ങളിൽ നിന്ന് വിട്ടുമാറിയിരിക്കും. എവിടെയെങ്കിലും ഒരു പരാജയം നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, നടപ്പ് നിർത്തിയിട്ടുണ്ട്. Hallelujah. God is asking us to walk. ദൈവം നമ്മളോട് ആവശ്യപ്പെടുക, take a step of faith. വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയെ നീ എടുക്കുക എന്നുള്ളതാണ്. Take a step of faith. വിശ്വാസത്തിന്റെ ഒരു ചുവട് നീ എടുക്കുക എന്നുള്ളതാണ്. By believing, take a step. വിശ്വാസത്തോടെ നീ ഒരു ചുവടെടുത്ത് വെക്കുക എന്നുള്ളതാണ്. Start walking. തുടക്കുക നടക്കാനായിട്ട്. Hallelujah. 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 You will fail when you stop walking. നിങ്ങൾ നടത്തി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ വീണു പോകും. Hallelujah. Hallelujah. Darkness will overrule you. ഇരുട്ട് നിങ്ങളെ കീഴടക്കാൻ ആരംഭിക്കും. Devil will always say, no need to walk with that faith, no need to walk with this faith. But it is a strategy of the devil. When you stop walking, darkness will overrule you. Give this prophetical word to your neighbor and നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കോട് ഈ പ്രവചനം നിങ്ങളൊന്ന് പ്രവചിച്ച്, hold their right hand and say it. അവരുടെ വലത്ത് കരത്തെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവചിച്ച് നിങ്ങൾ അവരോട്, when you walk, നിങ്ങൾ നടക്കുമ്പോൾ you are victorious. നിങ്ങൾ വിജയായിട്ടാണ് നടക്കുന്നത്. You are victorious. നിങ്ങൾ വിജയാളിയായിട്ടാണ് നടക്കുന്നത്. Every walking Christian, എല്ലാ നടക്കുന്ന ക്രിസ്ത്യാനികളും is a victorious Christian. വിജയിയായ ക്രിസ്ത്യാനിയാണ്. Anyone who walked will never fail. Anyone who failed never walked. നടന്നവരാരും തന്നെ തോറ്റിട്ടില്ല. തോറ്റവരാരെങ്കിലും ഉണ്ടോ? അവർ നടക്കാതിരുന്നവരാണ്. Listen. When darkness around you
That's the time to believe in the light and walk in the light. നിങ്ങളുടെ ഇരുട്ട് നിങ്ങളുടെ ചുറ്റുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷങ്ങളിലെല്ലാം നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രകാശത്തിൽ നടക്കേണ്ടവരാണ്, പ്രകാശത്തിൽ നടക്കണമെന്നുള്ളത്. When darkness is around you, you will have a temptation to walk in the darkness, but you are not called to walk in the darkness, you are called to walk in the light. ഇരുട്ട് നിങ്ങളുടെ ചുറ്റുമുള്ളപ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനം ഉണ്ടാകും ഇരുട്ടിൽ നിങ്ങൾക്ക് നടക്കാനായിട്ട്. എന്നാൽ ഇരുട്ടിൽ നടക്കാനല്ല നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, പ്രകാശത്തോടൊപ്പം പ്രകാശത്തിൽ നടക്കാനാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. Darkness will ask you, believe me, I am here. ഇരുട്ട് പറയും, എന്നിൽ വിശ്വസിക്കും, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. See your surroundings, everything darkness, dark, dark, dark. നോക്കുക, നിന്റെ ചുറ്റും മുഴുവൻ ഇരുട്ടല്ലേ, ഇരുട്ട് ഇരുട്ട് ഇരുട്ട്. Believe in the dark. ആ ഇരുട്ടിൽ നീ വിശ്വസിക്കേ? No. ഇല്ല, No. ഇല്ല ഇല്ല ഇല്ല. Believe in the light. പ്രകാശത്തിൽ വിശ്വസിക്കേ. Even though you are walking in the darkest valley, believe you are in the light and believe in the light. നിങ്ങൾ മരണത്തിന്റെ ഇരുട്ടറിഞ്ഞ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും വിശ്വസിക്കുക, നിങ്ങൾക്ക് പ്രകാശമുണ്ടെന്നും നിങ്ങൾ നടക്കുന്നത് പ്രകാശത്തിലൂടെയാണെന്നും. Believe in the light. പ്രകാശത്തിൽ വിശ്വസിക്കുക. This is very difficult. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള While you have കാര്യമാണ്. light, believe in the light. പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ പ്രകാശത്തിൽ വിശ്വസിക്കുക. Believing in the darkness around you, you no need of any spiritual education for you. നിനക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെ വിശ്വസിക്കാൻ നിനക്ക് ആത്മീയമായ ഒരു പഠനത്തിന്റെയും ആവശ്യമില്ല. Believing in the light when you are under the darkness, that is the place where you need to learn. ഇരുട്ടിന്റെ ചുറ്റിലായിരിക്കുന്ന ഇരുട്ടിനകത്തായിരിക്കുന്ന സമയത്ത് നീ പ്രകാശത്തെ കാണാനും പ്രകാശത്തിൽ നടക്കാനും പഠിക്കണം. അതിനാണ് ഒരു പഠിപ്പീര് നിനക്ക് ആവശ്യം. 12 verse 36. 36ാമത്തെ വാക്യം. Believe in the light when you are in the light. പ്രകാശത്തിൽ വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് പ്രകാശമുള്ളപ്പോൾ, so that you may be the children of light. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളായി മാറും. So that you may be the children of light. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളായി മാറും. How to be the children of light? എങ്ങനെ നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളായി മാറും? Overnight you cannot be a children of light. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളായി മാറില്ല. Start walking. നടക്കാൻ നിങ്ങൾ ആരംഭിക്കണം. നടക്കാൻ നിങ്ങൾ ആരംഭിക്കണം. Start believing. നിങ്ങൾ വിശ്വസിക്കാൻ ആരംഭിക്കണം. Start saying. പറയാൻ നിങ്ങൾ ആരംഭിക്കണം. Start singing. പാടാൻ നിങ്ങൾ ആരംഭിക്കണം. Finally you will be the children of light. അവസാനമായി നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളായി When you മാറും. are the children of light, നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാണെങ്കിൽ everywhere you go there will be light. നിങ്ങൾ Jesus said, I am the light of the world. യേശു പറഞ്ഞു, ലോകത്തിന്റെ പ്രകാശം ഞാനാണെന്ന്. When you are in the darkness, നിങ്ങൾ ഇരുട്ടിലായിരിക്കുമ്പോൾ believe in the light. പ്രകാശത്തിൽ വിശ്വസിക്കണം. Say in the light. പ്രകാശത്തെ പറ്റി പറയണം. Confess about the light. പ്രകാശത്തെ ഏറ്റുപറയണം. Brother, come here, brother. When I am praying for you, I am seeing full of darkness, brother. ബ്രദർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ ഇരുട്ടാണ് ഞാൻ കാണുന്നത്. It is not your mistake. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, It is my mistake. അത് എന്റെ കുഴപ്പം കൊണ്ടാണ്. Because I am in the darkness. ഞാൻ ഇരുട്ടിലായത് കൊണ്ടാണ്. I can see only darkness because I am in the darkness. ഞാൻ ഇരുട്ടിലായതുകൊണ്ട് എനിക്ക് ഇരുട്ട് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. If I am the light, ഞാൻ പ്രകാശമാണെങ്കിൽ the moment I lay my hand on him, ഞാൻ എന്റെ കരം വെക്കുന്ന നിമിഷം I will see light in him. ഞാൻ അവന്റെ ഉള്ളിലെ പ്രകാശത്തെ കാണാൻ ആരംഭിക്കും. We used to hear now people started coming our house and saying, oh brother, I am praying, when I am praying I am seeing darkness inside your house. ആ വീടുകളിൽ വന്നിട്ട് ആളുകൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത് ഈ ഭാഗത്തെല്ലാം ഇരുട്ടാണ് കാണുന്നത്, പ്രകാശമില്ല. He is in the light, he is in the darkness. That's അവൻ why he ഇരുട്ടാണ്. is the darkness. അവൻ ഇരുട്ടിലായതുകൊണ്ട് അവൻ ഇരുട്ട് മാത്രം കാണുന്നു. He is the apostle of darkness. That's why he sees only darkness. അവൻ Darkness upon your daughter, darkness upon your son, darkness upon your job, darkness upon your finance. If you are an apostle of light, you will not see darkness anywhere. Though there is darkness, you will speak about light because you are the children of light. നീ പ്രകാശത്തിന്റെ അപ്പോസ്തലനായകയാൽ പ്രകാശത്തെ പറ്റി പറയുകയും പ്രകാശത്തിൽ നടക്കുകയും പ്രകാശത്തെ പറ്റി പാടുകയും പ്രകാശത്തിൽ തന്നെ വാഴുകയും ചെയ്യുന്നവരായി മാറും. Children of light. പ്രകാശത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. If someone speaks about darkness, don't fall into trap because he is the son of darkness. He is the they are the children of darkness. Children of darkness will only speak about darkness, but the children of light will speak about light. That's why Jesus said in John chapter 12, those who are believing in the light walk in the light. When there is light, walk in the light so that the darkness will not overtake you, overrule you. Speak about the light, walk in the light,
believe in the light, though you are seeing darkness around you. If you are the children of God, you are called to believe in the light, not in the darkness. Be an apostle of light. Be a children of light. Be a man of God of light, not of darkness. Hallelujah. എന്റെ ബിസിനസ്സിൽ മുഴുവൻ വെളിച്ചമാണ്. All my business are in എന്റെ light. വീട് ഇരിക്കുന്നിടം മുഴുവൻ വെളിച്ചമാണ്. All my house is in light. പറഞ്ഞേ എന്റെ വീട് ഇരിക്കുന്നിടം Say it. Oh, you built a house in a wrong place. That's why this suffering one after another. ഓ, നിങ്ങൾ വീട് വെച്ച സ്ഥലം ശരിയല്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നം നിങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. Where is the right place? എവിടാണ് ആ നല്ല സ്ഥലം എന്ന് പറയാമോ? You have to go moon one day. ഒരിക്കൽ നിങ്ങൾ ചന്ദ്രനിൽ ചെല്ലണം, എങ്കിലേ നിങ്ങൾക്ക് എന്നോട് സ്ഥലം That is കിട്ടുള്ളൂ. the right place for you. അതാണ് നല്ല ശരിയായ സ്ഥലം നിങ്ങൾക്കുള്ള. Every place is right for you when you are the children of God. നിങ്ങൾ പ്രകാശത്തിന്റെ മകളായതുകൊണ്ട് ഏത് സ്ഥലവും നിനക്ക് പ്രകാശമാണ്, ഒരിക്കലും അത് ഇരുട്ടല്ല. Hallelujah. ഹല്ലേലൂയ. Oh, many healings are coming up. ഒത്തിരിയേറെ സൗഖ്യങ്ങൾ So നടന്നുകൊണ്ടിരിക്കുന്നു. many healings are coming up. ഒത്തിരിയേറെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. So many healings are coming ഒത്തിരിയേറെ up. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. Oh, the darkness is prevailed. The place where darkness prevailed, it's leaving now because the children of light has come. ഇരുട്ട് വാണിരുന്ന ആ സ്ഥലത്തിൽ നിന്ന് ഇരുട്ട് വിട്ടുമാറുന്നു, കാരണം പ്രകാശത്തിന്റെ മക്കൾ ഇത് അവിടെ എത്തിയിരിക്കുന്നു വന്നു കഴിഞ്ഞു. എന്നുള്ളതാണ്. പ്രകാശത്തിന്റെ മക്കൾ വന്നിരിക്കുന്നു. You are going back to the same place where you lived last night, but you are going with an understanding. What is that new understanding? You are the children of light. കഴിഞ്ഞ രാത്രി നീ ആയിരുന്ന താമസിച്ചിരുന്ന വസിച്ചിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് നീ ഇന്നും ചെല്ലാൻ പോകുന്നത്. എന്നാൽ നീ ഇന്ന് ചെന്ന് കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നീ പ്രകാശത്തിന്റെ മകനായി മകളായിട്ടാണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ ഇരുട്ട് വാഴാതെ പ്രകാശമായ നീ വാഴാൻ പോവുകയാണ്. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ let the children of light arise. പ്രകാശത്തിന്റെ മക്കൾ ഉയരട്ടെ. പ്രകാശത്തിന്റെ മക്കൾ ഉയരട്ടെ. എല്ലാവരും അതരം തുറന്ന്